മധ്യപ്രദേശിലെ സൊഹോറിൽ നിന്ന് അസാധാരണമായ ഒരു കേസ് വാർത്താ പ്രാധാന്യം തേടി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ വാങ്ങിയ കടം 109 വർഷങ്ങൾക്ക് ശേഷം കുടുംബം തിരികെ ചോദിച്ച കേസ് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാത്തൊരു സാമ്രാജ്യം എന്ന നിലയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു കാലത്ത് സ്വയം അഭിമാനിച്ചിരുന്നു. എന്നാൽ മധ്യപ്രദേശിലെ ശാന്തമായ സൊഹോർ പട്ടണത്തിൽ മഹത്തായ സാമ്രാജ്യത്തിന് പോലും ഒരിക്കൽ ഒരു സമ്പന്നനായ പ്രാദേശിക ബിസിനസ്സുകാരിൽ നിന്ന് വായ്പ വാങ്ങേണ്ടി വന്നിരുന്നു. ഏകദേശം 109 വർഷങ്ങൾക്ക് മുമ്പ് 1917 ലോകം യുദ്ധത്തിന്റെ പിടിയിലാവുകയും സാമ്രാജ്യത്വ ഭരണം ദുർബലമാവുകയും ചെയ്തപ്പോൾ സൊഹോറിലെയും ഭോപ്പാൽ നാട്ടുരാജ്യത്തിലെയും ഏറ്റവും സമ്പന്നനും സ്വാധീനമുള്ളതുമായ ബിസിനസ്സുകാരിൽ ഒരാളായ സേത്ത് ജുമലാൽ റുത്യയിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാർ 35,000 രൂപ കടം വാങ്ങി. ആ കാലത്തിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആ തുക വളരെ വലുതായിരുന്നു. റുത്യ കുടുംബം പറയുന്നതനുസരിച്ച് ഈ പണം ഒരിക്കലും തിരിച്ചടച്ചിട്ടില്ല. ഇപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞ സേത്ത് ജുമലാലിന്റെ ചെറുമകൻ വിവേക് റുത്യ കടം കൊടുത്ത പണം തിരികെ ചോദിക്കുന്നു. കടം തിരിച്ചുപിടിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് നിയമപരമായി നോട്ടീസ് അയക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ കുടുംബം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭോപ്പാൽ നാട്ടുരാജ്യത്തിലെ ഭരണം കാര്യക്ഷമമാക്കുന്നതിനാണ് വായ്പ എടുത്തതെന്നും അത് യുദ്ധവായ്പയായി നാമകരണം ചെയ്യപ്പെട്ടുവെന്നും രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. വായ്പ നീട്ടിക്കൊടുത്ത ഏകദേശം 20 വർഷത്തിനു ശേഷം 1937 സേത്ത് ജുമലാൽ റുത്യ മരിച്ചു. കുടുംബം പറയുന്നതനുസരിച്ച് ഈ കടം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. 1917 35,000 രൂപ എന്നത് ആധുനിക നിലവാരം വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നിയേക്കാം. എന്നാൽ ഇന്നത്തെ അതിന്റെ മൂല്യം കോടിക്കണക്കിന് വരുമെന്ന് വിവേക് റുത്യ വാദിക്കുന്നുണ്ട്. ഏകദേശം 1.85 കോടി രൂപ തിരിച്ചടയ്ക്കാനാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.